പ്രിയമുള്ളവരെ, വചനജ്വാല 1502 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 11 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ജപമാല മാസാചരണത്തിൻ്റെ 11ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. തെറ്റുകൾ ക്ഷമിക്കുക. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വെച്ചു പുലർത്തുന്നവനോട് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കേണ്ടതില്ല. തന്നെ പോലെയുള്ളവരോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതന്റെ ഉടമ്പടി അനുസരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും. കോപിഷ്ഠൻ കലഹം ജനിപ്പിക്കുന്നു. ദുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു. വിറകിനൊത്ത് തീ ആളുന്നു. ദുശാഠ്യത്തിനൊത്ത് കലഹം. കരുത്തിനൊത്ത് കോപം. ധനത്തിനൊത്ത് ക്രോധം. തിടുക്കത്തിലുള്ള വാഗ്വാദം അഗ്നി ജ്വലിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ശണ്ട രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുന്നു. ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും. തുപ്പിയാൽ കെട്ടുപോകും. രണ്ടും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ധീരരായ 3 രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നു. വിശുദ്ധ തരാക്കൂസ്, വിശുദ്ധ പ്രോബിസ്, വിശുദ്ധ ആൻഡ്രോണിക്കൂസ്. ഈ 3 വിശുദ്ധരെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് ഇന്ന്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡനത്തിനിടയ്ക്ക് സിലിസിയായിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ 3 രക്തസാക്ഷികളാണിവർ. ടറാക്കൂസ് ഒരു റോമൻ സൈനികനായിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുവാൻ നിർബന്ധിതനായപ്പോൾ 65-ാം വയസ്സിൽ സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞു പോന്നു. പ്രോബൂസ് പംഫിയക്കാരനാണ്. ഒരു വലിയ സംഖ്യ കൊടുത്താണ് ക്രിസ്തുവിനെ സേവിക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിയത്. അൻഡ്രോണിക്കോസ് ഒരു പ്രധാന കുടുംബാംഗമാണ്. മതമർദ്ദനത്തിൽ 3 പേരെയും ജയിലിൽ അടച്ച് വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തു എങ്കിലും കരടിയും സിംഹവും പോലും ഒന്നും ചെയ്യാതെ വന്നപ്പോൾ അവരെ ദ്രോഹിച്ചിട്ട് പോലും അവർ തിരികെ
കൂട്ടിൽ പോവുകയാണ് ഉണ്ടായത്. ആ സമയം ഈ 3 പേരെയും വാളിനിരയാക്കി. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ 1963 കാലം ചെയ്ത വിശുദ്ധ ജോൺ 23-ാം മാർപ്പാപ്പയെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. വിശുദ്ധ ജോൺ 23-ാം മാർപ്പാപ്പയെയും ധീര രക്തസാക്ഷികളായ വിശുദ്ധ ടറാക്കൂസിനെയും വിശുദ്ധ പ്രോബൂസിനെയും വിശുദ്ധ ആൻഡ്രോണിക്കൂസിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.